ലൊക്കേഷൻ കാണിക്കണ്ടേ? അതിൻ്റെ ഉള്ളിലേക്ക് കാണിക്കാം. നമുക്കപ്പുറം ക്രോസ് ചെയ്ത് നിൽക്കാം. അത് കാണിക്കല്ലേ? അതാ പറഞ്ഞത്, റോഡ് കാണിച്ചിട്ട് അടുക്കാം. ഇരുന്ന് തുടങ്ങാം. മൈക്ക് ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ. ഓക്കെ. ഇതെന്താ അൺഎക്സ്പെക്ടഡ് ഗൈസ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെയും കൂടി സത്യോ ഞാൻ ചെയ്യാൻ വന്നു. ഞാൻ വീഡിയോ എടുക്കാൻ സംഭവം അറിയോ, ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇപ്പൊ ഓൾറെഡി ഇവരൊക്കെ ഇതിട്ടല്ലോ, ഞാൻ വിചാരിച്ചു വല്ല പോലീസുകാരെ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അവരെന്തായാലും ടെസ്റ്റ് ചെയ്യില്ല പൈസ കൊടുക്കാണ്ട്. അങ്ങനെ ആദ്യം വിചാരിച്ചത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ. ആ അതന്നെ, ഞാൻ ഇതിന്റെ അപ്പുറത്ത് ചെയ്തതാണ്, അവന് സംഭവം ഒന്നും അറിയില്ലാന്ന്. അപ്പൊ ഗൈസ്, സംഭവം എന്താന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്ക്രിപ്റ്റ് ഇപ്പം ജാസി ഉണ്ടെങ്കിൽ പൊട്ടാ, അത് നല്ലതല്ലേ? സ്ക്രിപ്റ്റ് ആണെന്ന് തന്നെ വിചാരിക്കും. ജാസി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ജാസിന്റെയും കൂടി നിങ്ങൾക്ക് അറിയാലോ മണ്ടന്മാരെ. ജാസി ഇതാണല്ലോ പറയുന്നത്, അപ്പൊ ഓന്റെയും കൂടി നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. എൻ്റെ ഉമ്മ സദ്യ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇത് അങ്ങനെ വിചാരിക്കും അല്ലെ, അത്രയും ഇതായിട്ടാണ് ഇത് കണ്ടുപിട്ടിയത്. പക്ഷെ എന്താ അറിയോ, ഈ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. കണ്ണൂര് ആകെ 4-5 എണ്ണേ ഉള്ളൂ. ഇവിടെ 2 മണിക്കൂറിൽ കിട്ടും. വേറെ ഏടിയും കിട്ടൂല. നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നോക്കി, വേറെ ഏടിയും കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് അലിഗേഷൻസും പരിപാടികളിലും ഉണ്ട്. അപ്പൊ അതെല്ലാം ഡയറക്റ്റ് ഇവിടെ വന്ന് നേരെ ടെസ്റ്റ് ചെയ്ത് നേരെ തീരുമാനിക്കാന്ന് വിചാരിക്കുന്നത്. വെറുതെ വർത്താനം ഇതിനെ കൊണ്ടും കാര്യമില്ല. വെറുതെ സംസാരിച്ച് ഞാൻ ഇപ്പൊ എന്താ പറയാ, അതിന്റെ ഹാർഡ് കോപ്പി എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് എന്നിട്ട് അത് വേറെ ആളതാന്ന് പറയും, അല്ലെങ്കിൽ അത് ഞാൻ മെയ്ഡപ്പ് ചെയ്തെന്ന് പറയും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവിടെ വരുന്നു, കാണിക്കുന്നു, പോകുന്നു. നമ്മൾ അതല്ലേ ഏറ്റവും നല്ലത്. ആരോഗ്യ ശനിയാണ്. ഞാൻ നീ വരുന്ന ഇത് അറിയൂ പോലും. ഞാൻ വിചാരിച്ചു നീ എന്താ ചെയ്യാൻ. മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം ഗൈസ്, മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം. മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, വെറുതെ വർത്താനം പറഞ്ഞ് ഇതിന്റെ പേരിൽ കുറെ കൊണയടിക്കാനോ ഇതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ ടെസ്റ്റ് ചെയ്യാം. അതല്ല അതിന്റെ ഒരു ന്യായം. വെറുതെ ഞാനിപ്പോ എന്തെടുത്ത് കാണിച്ചാലും പറയും ഇത് അങ്ങനെ ആക്കി, ഇത് ഇങ്ങനെ ആക്കി, ഇത് മറ്റേതാണ്, ഇത് മറിച്ചതാണ്. എന്തിനാ ഇതിന്റെ എല്ലാം ആവശ്യം? നമുക്ക് നേരെ ഇവിടെ കൊണ്ട് കാണിക്കാം. ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യട്ടെ, അവര് റിസൾട്ട് തരട്ടെ. 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കട്ടോ പരിപാടിയോ വ്ളോഗ് പോലെ കട്ട് ചെയ്യാനോ ഒരു പരിപാടി ഇതിൽ നടക്കൂല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. മനസ്സിലായോ? മാനേജർ
urine test. You cannot take the video. There's some confidentiality issue. So you are violating the rules and regulations. Okay. Please, we know that we know the issue. We know the issue. We have tested your sample and we have released the report. Okay. We are not at all bothered about any fraudulent activity we have done or not. We are getting a lot of calls and calls from media, mobile, but we haven't informed you. Okay, we haven't informed your report to any authority. We have any right to release your report to any authority, any media, unless and until if there is comes under law. If there is comes under law and those people are going to the government authority and saying that this person has done like this, they can register a case. If that case is accepted, they can come here or they can send an official mail to us that we have to share his report. Until now, we haven't released or shared this report to any authority. If they are asking for the report, you have to submit your report that you have released in the PDF. In that PDF, there is a QR code. If you scan the QR code, they will obtain the exact report. If something has happened, we haven't seen any report. We haven't seen any report, and because all these are girls now, they are coming from different locations. Okay, we don't shoot. okay. You can take his video, Okay. but not. Okay. No. Okay. No. I want to read. Read test. Read it. Read test. Okay. Can I go? Okay. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദുബായിൽ നിന്നും ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ നാലാ തരത്തുനിന്നും കോള് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റീടെസ്റ്റ് ചെയ്തിട്ട് ഇതാക്കുന്ന പറയും. നമുക്കത് ഇതാക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ ഇവിടെ ഗേൾസും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വീഡിയോസ് ഒന്നും അവർക്ക് ഷൂട്ട് ചെയ്യുന്നത് താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. സോ സോ അവർക്ക് ഇതാക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ പോയിട്ട് ഇനിയിപ്പോൾ കാണിച്ചിട്ട് ബാക്കി നോക്കാം. ഈ പറഞ്ഞ പോലെ എന്നെ കാണിക്കാൻ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഇതാക്കുന്നെല്ലാം കാണിക്കാം. അവരെ ഫേസോ ഇതോ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഞാൻ എന്നെ കാണിച്ചു തരാം. എന്നെ എനിക്ക് കാണിക്കാൻ കുഴപ്പമില്ല. പേയ്മെന്റ് ചെയ്യട്ടെ? ക്യാഷാണ് പേയ്മെന്റ് ചെയ്യട്ടെ? എൻ്റെ വിളിക്കുന്നു.
എൻ്റെ ഒന്ന് പ്രൊസീഡ് ചെയ്യാം. ആ മൊബൈൽ നമ്പർ നീ പറഞ്ഞോ. ഡ്രൈവിംഗ് നമ്പർ. ഓക്കെ ഗൈസ്, അപ്പോൾ അയാൾ ഇതിൻ്റെ ഒരു മാനേജറാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ബ്രാഞ്ചിൻ്റെ മാനേജറാണ് ഇപ്പോൾ എന്നോട് സംസാരിച്ചത്. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗേൾസിൻ്റെ സംഭവങ്ങളോ അല്ലെങ്കിൽ അവരെ ഷൂട്ട് ചെയ്യരുത്, ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ലീഗലായിട്ടുള്ളതിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പറ്റൂല, മൂപ്പരെ കാണിക്കാനും പറ്റൂല. അപ്പം ഞാൻ എൻ്റെ ടെസ്റ്റും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതും ഞാൻ ഇതാക്കുന്നതും ഒക്കെ ഞാൻ കാണിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അതേ എനിക്കിപ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റും. സോ അത് ഞാൻ കാണിക്കാം. എന്നിട്ട് റിസൾട്ട് നമുക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് റിസൾട്ട് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റാ അതുണ്ട് ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറിൽ കിട്ടും. അപ്പോൾ റിസൾട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ലൈവായിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം അത് നിങ്ങളെ കാണിക്കാന്നുള്ളതാണ് എൻ്റെ ഇത്. കാരണം ഇത്രയും ഇത് വന്നുകൊണ്ട് ഇത് കാണിക്കാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സോ എന്തൊക്കെ വന്നാലും ഇത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാരണം കുറേ ഇത് വരുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ വേറെ ആളത് ഇതാക്കിയെന്നോ എന്തോ ഹാർഡ് കോപ്പി മാറ്റിയെന്നോ ഇത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് ലൈവായിട്ട് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. സോ അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. സൈനാണോ? ഇവിടെയാണോ? ആ ഇതെവിടെ? ആ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ ബില്ലടച്ചിട്ടുണ്ട്. അവിടെയാണോ? അല്ല ഇത് കൊടുക്കണ്ടേ? ആ ഓക്കെ, ബില്ലടച്ചിട്ടുണ്ട്. ഒരു ഫോണുണ്ട്. ആ പേര് ഷമീർ. ആ ഓക്കെ, ഇതല്ലേ എന്നാ ഇതിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവും. ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല ഇത് ക്ലിയർ ആയില്ല. കാരണം എന്തെല്ലാം ഇതാക്കാൻ ഒന്നും എനിക്കറിയില്ല. ടീഷർട്ട് ഞാൻ ഊരാൻ, പാൻറ് സെറ്റ് ഒന്നുമില്ല. ഞാൻ പോയി നോക്കിയിട്ടില്ല. ചെറുതായിട്ട്
നാളെ ക്ലാസ് കിടക്കുന്നില്ല ഒന്നും പറഞ്ഞില്ല ഇപ്പോഴാണ് ആ ട്രെയിൻ വെക്കണേ ആ രണ്ട് ട്രെയിൻ അതൊന്നും വീട് പിടിക്കില്ലേ എത്ര ടൈം എടുക്കും? 2 hours. ഓക്കെ ഗൈസ്, അപ്പോൾ 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ ഓക്കെ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്കിതെന്തായാലും ലൈവായിട്ട് ഇത് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് എന്താ ഞാനെന്തോ വേറെ ആളെ ഇത് കൊടുത്തു, അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയിൽ വേറെ ആരുതോ മൂത്രം കൊടുത്തു, അങ്ങനെ പലതും എന്തൊക്കെയോ ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പിയോ പഴയതോ ഒന്നും വേണ്ട, ഇവിടെ വന്ന് പുതിയതായിട്ട് എടുത്താൽ പോരെ. ഇവിടെ വന്ന് പുതിയതായിട്ട് എടുത്താൽ മതിയല്ലോ. പുതിയതായിട്ട് ഈ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട്. അതിന് ബാക്കി നമുക്ക് നോക്കാം. ഇനിയിപ്പം വെറുതെ നമ്മൾ പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല. സംഭവം കാണിക്കാൻ അത്രേ നമ്മളെ കൊണ്ട് പറ്റും. പോലീസ് വരും ഇപ്പം. എന്താണിത്? RP അല്ല ഇത്. ഞാൻ ഇവിടെ ജീവിതം കൊണ്ട് പണി കിട്ടിയിരിക്കുമ്പോൾ RP. ഹലോ 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 20 മിനിറ്റ് അല്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, 2 മണിക്കൂർ ഞാൻ ഇതേപോലെ എടുക്കും. പോലീസ് വന്ന് പിടിക്കേണ്ടത് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇതെന്താന്ന് ഇനി ഇത് വരാമെന്നുള്ളത് നമുക്കറിയില്ല. ഓൾഡ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതാണ് ഞാനെന്തോ മറ്റേ വേറെന്തൊക്കെയോ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. വേറെന്തൊക്കെയോ യൂസ് ചെയ്ത് എന്തൊക്കെയോ പറയുന്നത്, പല അലിഗേഷൻസും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾഡ് ഇതിൽ എന്തൊക്കെയോ യൂസ് ചെയ്ത് വേറെ ആൾ ഇത് കൊടുത്തു. അത് എന്നാൽ പിന്നെ ആദ്യം അങ്ങനെ ചെയ്താൽ പോരെ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കേണ്ട ആവശ്യം എന്താ? അത് എന്തൊരു പൊട്ടത്തരാന്നത്. ഇതിപ്പോൾ എന്താ ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നു, ഇത് യൂറിൻ കൊടുത്തു. ഇനി ബാക്കി എന്താണ് റിസൾട്ട് വരട്ടെ. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വരട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. GTA 6 ഓർഡറാണ് എന്താ ഈ പറയുന്നത്. അതെല്ലാം ആക്കാൻ കഴിച്ചു. ഞാനിപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ലേ ഞാൻ മൊത്തത്തിലൊരു ഇതായിട്ടുള്ളത്. കാരണം എനിക്ക് എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇതിപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാരെ തെളിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. സോ നമുക്ക് നോക്കാം. മനസ്സിലാവും. റിസൾട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് റിസൾട്ടിൽ എന്താ പറയുന്നത് നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ തന്നെ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോട്ടെ, കുഴപ്പമില്ല. അല്ല പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ.
ഇപ്പൊ എന്ത് കാണിച്ചാലും വിശ്വസിക്കാത്ത കൂട്ടത്തിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞതിന് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ലൈവായിട്ട് ഇവിടെ വരുന്നു, ലിയോ ലാബിൽ നിന്നാണ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു, അവരിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരും, 2 മണിക്കൂറിൽ റിസൾട്ട് വരും. റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് നോക്കാം. എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതാകാൻ ഞാൻ തയ്യാറാണ്. അല്ല, അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് കുറച്ച് ഉപകാരം ചെയ്ത് തന്നെ ഇപ്പം നിർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ വേറൊരു കുറച്ച് പരിപാടികളിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അവർക്ക് പോലും ഈ പറഞ്ഞ പോലെ ഡൗട്ടും കാര്യങ്ങളും ആയി. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ കൂടെ നിൽക്കും. നമുക്ക് നോക്കാം സത്യമാണോ ഇതാണോ നമുക്ക് നോക്കാം. അപ്പോ നോക്കാം. ഇതിപ്പോ ഇവിടെ ഡയറക്റ്റ് ഇതല്ലേ, ഇതിൽ വേറെ ഞാൻ ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റേ കോപ്പിയിൽ കള്ളത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ ആളെ വിളിച്ച് ഇതാക്കിയോ ഒന്നുമല്ലല്ലോ, വ്ളോഗല്ലല്ലോ, ഇതിൽ കട്ടില്ലല്ലോ. ഇതിലിതാ ഞാൻ നേരെ വരുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് അതോറിറ്റീസിനെ വിളിച്ച് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, കണ്ണൂരിലുള്ള ഈ ബ്രാഞ്ചിൽ തന്നെ. ആ വണ്ടി തിരിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു, ഇവിടെ നമ്മൾ എടുക്കുന്നു, ഇതാക്കുന്നു, റിസൾട്ട് നമുക്ക് എന്താ നോക്കാം. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം എന്താണോ ഉള്ളത് അത് അതുപോലെ നമുക്ക് കാണിക്കാം. ഈ കട്ടോ പരിപാടികളോ വേറെ ഒന്നുമില്ല, നമുക്ക് നോക്കാലോ. അതിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, എല്ലാ ടെസ്റ്റും ഉണ്ട്. റിസൾട്ട് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് സംസാരിക്കാനോ ഈ പറഞ്ഞ ഇത് ചാറ്റ് നമുക്ക് റിപ്ലൈ ചെയ്യാനോ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, നമുക്ക് റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതല്ലേ അതിൻ്റെ ന്യായം. വെറുതെ ഈ കമൻസ് അടിച്ച് ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ നോ പോണ സംഭവം നമുക്ക് കാണിക്കാം. പറഞ്ഞ പോലെ സംഭവം കാണിച്ചിട്ട് സംസാരിക്കാം. അതല്ല അതിൻ്റെ ന്യായം അല്ലേ, അതല്ല അതിൻ്റെ ന്യായം. ഞാൻ ഇവിടെ വന്നു, ഈ പറഞ്ഞ പോലെ സംഭവം കാണിക്കുന്നു, ബാക്കി നമുക്ക് നോക്കാം. അതല്ലേ അതിൻ്റെ ഇത്. അല്ലാണ്ട് വ്ളോഗിൽ ഇപ്പം എനിക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തും ചെയ്യാമല്ലോ. നമുക്ക് വേറെ ആളെ ഇത് കൊടുക്കാം, എന്തും എനിക്ക് ചെയ്യാം അല്ലേ, നമുക്ക് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നത്. അപ്പം ലൈവിൽ തന്നെ നമുക്ക് നോക്കാം. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. പറഞ്ഞോ. ലൈവ് ഉണ്ടോ ഇന്ന്? ലൈവ് ഇന്ന് ഉണ്ടാവില്ലടാ. ഇതിപ്പോ തീരുമ്പോ തന്നെ ഇതിപ്പോ രണ്ട് മണിക്കൂറല്ലേ പറഞ്ഞത്. 6:30-7 മണിയാവും ഇത് തീരാൻ വേണ്ടി, ഈ ലൈവ് തീരാൻ വേണ്ടിയിട്ട്. സോ ഇത് തീർന്നിട്ട് അള്ളാനുമോ പോലീസ് വണ്ടി ബാക്കില. നോ കമൻസ്, നോ ചാറ്റ്. നമുക്ക് നോക്കാം, റിസൾട്ട് നോക്കാം. റിസൾട്ട് സംസാരിക്കട്ടെ. ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ അന്നും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നത്, ഇന്നും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കാന്നാ പറഞ്ഞത്. അപ്പോൾ ഹാർഡ് കോപ്പി ഞാൻ കാണിച്ചതിനെ കൊണ്ട് കാര്യമില്ല. കാരണം അത് ഞാൻ കള്ളത്തരം കാണിച്ചതെന്നേ പറയൂ. അത് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. അത് വേണമെങ്കിൽ ഞാൻ ഒരു വ്ളോഗാക്കിയിട്ട് ഹാർഡ് കോപ്പി ഞാൻ ഇടുന്നത് ഞാൻ കാണിക്കും. ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അത് ഫയലായിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് കാണിച്ചാലും ഈ പറഞ്ഞ പോലെ ഞാൻ തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി എന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നോക്കാം. അതല്ലേ അതിൻ്റെ ന്യായം.
അതല്ലേ അതിന്റെ ന്യായം. സോ നമുക്ക് അങ്ങനെ പോവാ ഗൈസ്. കട്ടായോ? ഓക്കെ. അപ്പൊ ഇതില് എനിക്ക് മാത്രല്ല പ്രോബ്ലംസ് വന്നത്. ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇതിലേക്ക്. അതിന്റെ വ്ളോഗ് ഇപ്പൊ ഇന്ന് രാത്രിയോ നാളെ ആയിട്ട് അതിന്റെ വ്ളോഗ് വരും. അപ്പോ അത് അവർക്കും കൂടി ഈ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, എന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ കൂടെ നിൽക്കുന്ന ആളുണ്ട്, മനസ്സിലായി, ഒരു ടീമുണ്ട്. അപ്പൊ അവർക്കും കൂടി ഈ പറഞ്ഞ പോലെ ഇതില് സംശയം വരാനും പ്രശ്നങ്ങൾ വരാനും ഇതായി. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് ഇത് കാണിച്ച് ഇത് തീർക്ക്, അങ്ങനെ ഇത് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് വന്നിട്ട് 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ലാഗോ കാര്യം ഒന്നും കുഴപ്പമില്ല, ഇത് കാണിച്ച് ഇതിന്റെ സത്യം കാണിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ, മനസ്സിലായോ? ഇതിന്റെ സത്യം കാണിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പൊ 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും എത്ര മണിക്കൂറായാലും ഇതെന്താന്ന് നമുക്ക് നോക്കാം. അതല്ല അതിന്റെ ഇത്, നമുക്ക് നോക്കാം. ആ സോ എത്ര ഇതാണെങ്കിലും ഞാൻ ഫോൺ നോക്കുന്നില്ല, നമുക്ക് അറിയില്ല ചാറ്റ് എന്താ പറയുന്നതെന്നും എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് അതുകൊണ്ട് എന്ത് പോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് റിസൾട്ട് വരട്ടെ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇത് വെറുതെ ഭായിനെ കൊണ്ട് പറയല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ ഞാനിത് എങ്ങനെ ഇനിയിപ്പോ ഹാർഡ് കോപ്പി കാണിക്കുമ്പോൾ പറയുന്ന ഹാർഡ് കോപ്പി ഫേക്ക് ചെയ്യാൻ പറ്റും, അതിൽ വേറെ ആളെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ അതില്ല. അപ്പൊ ഇതെന്താ, ഇതിന്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അല്ല, സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടതിനോടൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം മൂപ്പര് ഈ പറഞ്ഞ സംശയം തോന്നി അത് ഇതാക്കി. പക്ഷെ അത് സംശയത്തിന്റെ ഒരു മാർക്ക് അവിടെ വെക്കണമായിരുന്നു, അല്ലാതെ കംപ്ലീറ്റ്ലി ഇത് പറയരുതായിരുന്നു ബ്രോ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സംശയത്തിന്റെ ഒരു ഇത് അവിടെ വെക്കണമായിരുന്നു. കംപ്ലീറ്റ്ലി ഒരാളെ ഇതാക്കരുത്. നമുക്ക് എന്തായാലും ഇപ്പൊ നോക്കാം, റിസൾട്ട് വരട്ടെ, എന്താന്നുള്ള കാര്യം വരട്ടെ, നോക്കാം. ഓക്കെ, ഇതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് 3 ആഴ്ച ഉണ്ടാവും എന്നല്ലേ പറയുന്നത്. ഇതിപ്പോ ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇതാക്കിയത്. അപ്പൊ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അതല്ല ഇതിന്റെ ന്യായം. റിസൾട്ട് വരട്ടെ. അതിപ്പോ എത്ര സമയമായിട്ടാണെങ്കിലും റിസൾട്ട് മേടിച്ച് അത് നിങ്ങളെ കാണിച്ചിട്ടേ ഞാൻ ലൈവ് എൻഡ് ചെയ്യുന്നുള്ളൂ. ഇതെന്താ പറയണ, ഒന്ന് തീരുമ്പോ ഒന്ന്, ഇതൊരു തീരാത്ത ഇതുപോലെ ഒരു ട്രെയിൻ പോലെ, ഒന്ന് തീരുമ്പോക്ക് വേറൊന്ന്, ഒന്ന് തീരുമ്പോക്ക് വേറൊന്ന്, ഇതിങ്ങനെ നിർത്താണ്ട് പോയെന്ന്. ആരോടും പരാതിയില്ല, ഒന്നുമില്ല. എന്തായാലും റിസൾട്ട് തരട്ടെ. റിസൾട്ട് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ തന്നെ അല്ല, മിക്കവാറും പോലീസുകാരനെ അവരെന്നെ എളുപ്പം വിളിക്കുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഇതാകട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ, നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ, നമുക്ക് നോക്കാമല്ലോ. എന്താണെങ്കിലും പറഞ്ഞ പോലെ ലൈവായിട്ട് നോക്കാം. വ്ളോഗായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, അല്ലേ? എനിക്ക് വ്ളോഗായിട്ട് ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പി ഫേക്ക് ചെയ്യാൻ പറ്റൂലേ? ഹാർഡ് കോപ്പി നല്ല സുഖമായിട്ട് ഫേക്ക് ചെയ്യാലോ, എല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ അല്ല എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇത് അങ്ങനെ ചെയ്താൽ പോരെ? ഇതിന് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ പോരെ? അപ്പൊ ഇത് തെളിയിക്കാനാകെ ഒറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത്? ഞാൻ ലൈവില് ഇത് വന്ന് കാണിച്ച് ഇതാക്കുകയെന്നല്ലാണ്ട് ഇതിൽ വേറെ എങ്ങനെയാണ് ഞാൻ ഇത് തെളിയിക്കണ്ടേ? ഇതിൽ വേറെ തെളിയിക്കാൻ യാതൊരു ഇതുമില്ല. ലൈവ് വന്ന് ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പി ഫേക്ക് കാണിക്കുക, അതിൽ ഫേക്ക് കാണിക്കുക, ഇതിൽ ഫേക്ക് കാണിക്കുക എന്നൊക്കെ പറയുന്നത്. സോ ഒറ്റ കാര്യം ചെയ്യുക, എന്താ? ലൈവ് വരിക, ലൈവായിട്ട് കാണിക്കുക, റിസൾട്ട് എന്താണോ അത് തെറ്റാണെങ്കിൽ തെറ്റ്, ഞാൻ തെറ്റുകാരനാണ്, ഇതാണെങ്കിൽ ഇത്, അത്രേ ഉള്ളൂ. അതല്ല അതിൻ്റെ ഒരു ഇത്, അതല്ല അതിൻ്റെ ഒരു മര്യാദ, അങ്ങനെയല്ല അതിൻ്റെ സംഭവം. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. സീനാണ് ഗൈസ്.
ഞാൻ ആരോടും ഇവിടെ നിൽക്കാനൊന്നും പറയില്ല കേട്ടോ. ഇപ്പോൾ പോകേണ്ടവർക്ക് പോവാം. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ടിൻ്റെ സമയമാകുമ്പോൾ വേണമെങ്കിൽ വന്നാൽ മതി. പറഞ്ഞ പോലെ ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇതെല്ലാം വന്ന് ഫുള്ള് ഒന്നാമത് ട്രെയിൻ പോലെ കുറേ പ്രശ്നം, അതിൻ്റെ ഇടയിൽ ഇതും കൂടി വന്നു. ആരോട് പറയാൻ, മറ്റേ ഇടിവെട്ടിയവൻ്റെ തലയിൽ തേങ്ങ വീണ പോലത്തെ അവസ്ഥയാണ്. മറ്റേ ഫോൺ കൊടുക്കണം. നമുക്ക് ഉറക്കായിരുന്നു. ഞാൻ ആടെ ഇരുന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ച. ഞാൻ ആടെ ഇരുന്ന് ഉറങ്ങിയിട്ട് പിന്നെ പോലീസുകാരായിട്ട് വന്ന് പൊക്കിയാലോ. ആ പേടി കാരണം ഉറങ്ങാൻ പോലും കടന്ന് പറ്റുന്നില്ല. സോ എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എന്ത് തന്നെ ആണെങ്കിലും, ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇനി ഇത് വെച്ച് ഇതാക്കുന്ന ആൾക്കാർ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിൽ നടക്കാനോ ഇതിൽ ഇതാക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ ലൈവ് വന്ന് ലൈവിൽ ഇത് കാണിച്ച് ഇത് തീർത്ത് ഞാൻ പോവും. എന്നിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് എന്താണെന്നുള്ളത് നാളത്തെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ വരുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സർപ്രൈസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അതാണ് സർപ്രൈസ് വ്ളോഗ്. അപ്പം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം അതിൽ എന്നെ സഹായിച്ചവർക്ക് പോലും പണി തരുന്ന പോലത്തെ, അല്ലെങ്കിൽ അവർ പോലും എന്നെ സംശയിക്കുന്ന രീതിയിലാണ് ഈ സംഭവം വന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ ലൈവായിട്ട് ഈ സംഭവം വന്ന് കാണിക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കാണിക്കാം. എന്നിട്ട് നമുക്ക് എനിക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഓടാനോ ഇതിൻ്റെ ബാക്കിൽ നിന്ന് പറയാനോ ഒന്നും ഞാനില്ല. ഞാൻ ഇത് ഇവിടെ തീർക്കുകയാണ്. ഇത് ഞാൻ ഇവിടെ വിട്ടു. ബാക്കി ഇനി എന്താന്ന് വെച്ചാൽ പറയുന്നവർ പറയട്ടെ, ഇതാക്കുന്നവർ ഇതാക്കട്ടെ. നെഗറ്റീവ് ആണെങ്കിൽ പറയുന്നവർ പറയട്ടെ, പോസിറ്റീവ് ആണെങ്കിൽ പറയുന്നവർ പറയട്ടെ. എന്തോ ആയിക്കോട്ടെ, ഞാനിത് ഈ കേസ് ഇവിടെ തീർക്കുകയാണ്. റിസൾട്ട് വരുന്നതോടുകൂടി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായി? എനിക്ക് വേണമെങ്കിൽ ഇത് ലൈവ് വരാണ്ടിരിക്കാം, ഒളിച്ചിരിക്കാം, ഈ പറഞ്ഞ പോലെ ഫേക്കായിട്ട് സാധനം ക്രിയേറ്റ് ചെയ്യാം. ഒന്നും വേണ്ട. ലൈവായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, സാധനം കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നു. ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ടായാലും എടുക്കാൻ ഞാൻ തയ്യാറാണ്. ബാക്കി നമുക്ക് എന്നിട്ട് നോക്കാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്ര എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അങ്ങനെയൊന്നും മൊത്തത്തിൽ ഇതില്ല. എന്നാലും ജാസിന്റെ എന്തൊരു ഇതാടാ, ഇത് നാറി കറക്റ്റ് എന്തോ എന്നെ സ്ക്രിപ്റ്റ് ആക്കാൻ വന്ന പോലെ അവിടെ വന്ന് നിന്നിടാ. എന്റെ ഉമ്മ സത്യം ഞാൻ കണ്ടിട്ടില്ല. അള്ളാണ് ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല. ഞാൻ സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ കളവ് പറയുന്നതെന്ന് ചിന്തിക്കും. പക്ഷെ ഞാൻ സത്യമായിട്ട് എനിക്ക് അറിയില്ലടാ. അത് എന്തൊരു കോയിൻസിഡൻസ് പോലെ. കോയിൻസിഡൻസ് എന്നല്ല, എൻ്റെ വീട് അപ്പുറമല്ലോ. എൻ്റെ വീട് കുറച്ച് ദൂരെന്നല്ല. ഓ എന്തിനാ വീട് വന്നേ? 2 മണിക്കൂറിൽ കിട്ടുന്ന ഇട മാത്രമേ ഉള്ളൂ കേട്ടാ. അതാണ് ഈ ലിയോ ലാബിന്റെ എന്താ പറയാ ഗുണം. ബാക്കി ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ടൈം എടുക്കുന്നുണ്ട്. ഒരാഴ്ചൻ്റെ എല്ലാം മുകളിൽ എടുക്കും. ഇവിടുന്ന് ഭയങ്കര സ്പീഡായിട്ട് ഇവർ 2 മണിക്കൂറിൽ തന്നെ റിസൾട്ട് കിട്ടും. അതാണ് ഇതിന്റെ ഗുണം. നമ്മൾ കൊച്ചിയിൽ പോലും ഈ പറഞ്ഞ പോലെ 6 ദിവസം 7 ദിവസമല്ലേ പറഞ്ഞത്. ഇടാകുമ്പോൾ 2 മണിക്കൂറിൽ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഗുണം. സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഇടി വെട്ടിയവന്റെ ഇതില് എന്നാ പാമ്പ് കടിച്ചത്. അപ്പൊ ഒന്നുമില്ല. എന്താണ്
പോണ്ടവരെല്ലാം പോയിട്ട് റിസൾട്ടിന്റെ സമയമാകുമ്പോൾ വേണമെങ്കിൽ വന്നോ. ഇപ്പൊ എന്താന്നുള്ളത് അറിയാം. എൻ്റെ ആദ്യത്തെ അയ്യാറിലാണ്, അതാണെങ്കിൽ ഇങ്ങനെയായി. എന്തെല്ലാം ഞാൻ പ്രതീക്ഷിച്ചാണ് അയ്യാറല്ല ആദ്യത്തെ. ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 മണിക്കൂറായിരിക്കും ചിലപ്പോൾ അതിൽ നേരത്തെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ജാസീന്റെ റിസൾട്ടും കൂടി അറിയാട്ടാ. അങ്ങനെ ഒരു ഗുണമുണ്ട്, ജാസീന്റെ റിസൾട്ടും കൂടി അറിയാം. ജാസീന്റെ അറിയാം, എൻ്റെ അറിയാം. ഇനിയിപ്പോ ഇത് സ്ക്രിപ്റ്റാന്ന് വിചാരിക്കും. ഞാൻ ജാസീനെ കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും അത് നല്ലതല്ലടാ മണ്ടന്മാരെ. ജാസിയും ഈ പറഞ്ഞ പോലെ ജാസീനെയും കാണിക്കുന്നു. ജാസീൻ്റെ നിങ്ങൾക്ക് കാണാമല്ലോ, ജാസീനെയും സംശയമുള്ള ആളല്ലേ. ജാസീന് ഈ പറഞ്ഞ പോലെ അങ്ങനെയെന്ന് ഇങ്ങനെയെന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ ജാസീന്റെ കാര്യം എനിക്ക് തെളിയിക്കാലോ. അതുകൊണ്ട് അത് നല്ല കാര്യമല്ലേ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും, സ്ക്രിപ്റ്റ് അല്ല, അത് എന്തായാലും വിശ്വസിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഒരു ലാഗ് സ്ട്രീം ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. പറഞ്ഞ പോലെ റിസൾട്ട് കാണിക്കാന്നുള്ളതാണ്. 2 മണിക്കൂർ കൊണ്ട് കിട്ടുന്നതുകൊണ്ട് ഭാഗ്യം. 3-4 മണിക്കൂറാണെങ്കിൽ 3-4 മണിക്കൂർ എടുക്കും. അപ്പൊ ഇന്ന് രാത്രിയോ നാളെയോ ആയിട്ട് സർപ്രൈസ് വ്ലോഗ് വരുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കണം. ഇത് കയറ്റ് വേണം സമാധാനമായിട്ടൊന്ന് കടന്നു ഉറങ്ങാനെങ്കിലും. നാളെ മുതൽ ലൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. ഇങ്ങനെ എന്തേലും വന്നാൽ ഇത് തെളിയിക്കല്, എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് ഇത് ചെയ്തിട്ടേ പിന്നെ ലൈവ് വരാൻ പറ്റും. ഇത് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 2-3 ദിവസത്തെ ലൈവ് അങ്ങ് പോകും കിക്കില്. പഴയ 1 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കാണിക്കും ബ്രോ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എടുത്തു. അതിന്റെ 3-ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ DGP ഓർഡർ ഇട്ടെന്ന് പറഞ്ഞിട്ട് തൂറാൻ മുട്ടിയ പോലെ ഓടുന്നത്.
മനസ്സിലായോ? അതിനെന്തോ 5000 ഉറുപ്പ്യ മറ്റാന്ന് ഒരാൾക്ക് ഇതാക്കാനും ഒരാഴ്ച സമയം എടുക്കും. പിന്നീട് കണ്ണൂരെത്തി, കണ്ണൂരിൽ നിന്ന് എടുത്ത് സ്ഥലം എന്തായാലും പറഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം ഷമീറെ, ധൈര്യമായി ഇരിക്കും. അത്രേ ഉള്ളൂ. പയ്യാമ്പലം പോവാം, പിന്നെ പയ്യാമ്പലം പോവാൻ പറ്റിയ മൂഡ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റേ ഇതിന്റെ വീഡിയോ ഇട്ടല്ലോ, ഡ്രഗ് ടെസ്റ്റിന്റെ വീഡിയോ ആയിട്ട്, അതിന് ഈ പറഞ്ഞ പോലെ അത് അധികം ആൾക്കാർ അധികം കണ്ടിട്ടില്ല. അതിനെക്കാട്ടി കണ്ടത് അതിന്റെ നെഗറ്റീവ് വീഡിയോ ആണ് കൂടുതൽ ആൾക്കാർ കണ്ടത്. മനസ്സിലായോ? അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ അറിയേണ്ടതും കൂടുതൽ കാണേണ്ടതും ഈ പറഞ്ഞ നെഗറ്റീവ് വീഡിയോസ് ആണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. അല്ലാണ്ട് ഇപ്പൊ നല്ല ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് അധികം ആൾക്കാർ കാണാൻ പോകുന്നില്ല. അതൊരു യൂട്യൂബ് സത്യമാണത്. പ്രപഞ്ച സത്യം എന്നെല്ലാം പറയുന്ന പോലെ ഒരു യൂട്യൂബ് സത്യമാണ്. നമ്മൾ നല്ല കണ്ടന്റ് ചെയ്താലോ നല്ല ഇത് ചെയ്താലോ ഈ പറഞ്ഞ പോലെ അതിനെക്കാട്ടി അതിനെ നെഗറ്റീവ് പറയുന്നതിനോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുന്നതിനോ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയാണ് അത് യൂട്യൂബിന്റെ ഒരു യൂട്യൂബ് എന്നല്ല, മൊത്തത്തില് മലയാളികളാണോ മൊത്തത്തില് ഉള്ള ഇതിന്റെ ആണോ നമുക്ക് അറിയില്ല. മനസ്സിലായോ? കണ്ണൂർ ലൊക്കേഷൻ ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കിയിരിക്കും? ഇതിങ്ങനെ കാണുന്നു. ഇത് അതല്ല കേട്ടോ, ഇത് വേറെ സ്ഥലമാണ്. ഇത് വേറെ സ്ഥലം. ഇത് ഇതാ പിന്നെ എന്നെ വേറൊരാള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ പേരോ ഇതോ ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എനിക്ക് കുറച്ച് എന്താ പറയാ പ്രോപ്പർ എവിഡൻസിനായിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചാളത് നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാന്നുള്ള. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ അത് കാണിക്കാനും ഇതാക്കാനും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് നടന്ന് ഇതാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലുണ്ട് കുറച്ച് സംഭവം കൂടി വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ സീക്രട്ട് ഏജന്റിന് എങ്ങാനും കൊടുക്കാം. മൂപ്പര് വേണമെങ്കിൽ ഇതാകട്ടെ. എനിക്ക് ഇത് ഭയങ്കര മനക്കട്ടി വേണം ഈ സംഭവം എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എനിക്ക് അതിനുള്ള ഇതുണ്ട് എനിക്ക് തോന്നുന്നില്ല. കുറേ ഇത് വരുന്നുണ്ട്. നോ കമന്റ്സ്. ഇതിനെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനില്ല. ഞാൻ വന്ന പരിപാടി ചെയ്യുക, കാണിക്കുക, പോവുക, ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും നമുക്ക് പറയാൻ താല്പര്യമില്ല. സോ ഹു കോൾഡ് സീക്രട്ട് ഇൻ ദ വീഡിയോ? എനിക്കറിയില്ല ബ്രദർ, എനിക്കറിയില്ല.
അങ്ങനെയാണെങ്കിൽ അത് കാണിക്കല്ലേ വേണ്ട. എത്രയോ ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് കാണിക്കല്ലേ വേണ്ടത്. അല്ലാണ്ട് പിന്നെന്തിനാ ഈ പറഞ്ഞ കോൾ ചെയ്യുന്ന ഇതാക്കേണ്ടല്ലോ ആവശ്യം എന്താ? അങ്ങനെയാണെങ്കിൽ അത് കാണിക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് അത് ഇത് ചെയ്യുന്ന എൻ്റെ അടുത്താണോ പറയേണ്ടത്? എന്നെ ഇതാക്കിയിട്ട് എൻ്റെ മേലെ അലിഗേഷൻ വെച്ചിട്ട് അത് തെളിയിക്കേണ്ടത് അപ്പൊ എൻ്റെ ഉത്തരവാദിത്തമല്ലല്ലോ. ഞാൻ ആ സംഭവം പറയുന്നു അല്ലേ, ഞാൻ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ കാര്യം പറയുന്നു. അപ്പൊ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലല്ലോ, മൂപ്പർക്കല്ലേ. മൂപ്പര് ഈ പറഞ്ഞ വായിനെ കൊണ്ട് പറഞ്ഞു ആരോ കോൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല അതിന്റെ കാര്യങ്ങള്. ഇത് ആരോ കുത്തിത്തിരിപ്പുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതോ അമ്മമാര് ഇതാക്കി കൊടുത്തതോ കണ്ടിട്ട് ചൊറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പൊളിഞ്ഞിട്ടോ മൂപ്പര് ചെയ്തായിരിക്കാം. അല്ല, മൂപ്പര് ജോലിയാണത്, അതുകൊണ്ട് ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞായിരിക്കാം, മൂപ്പർക്ക് അത് റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സോ അതിനൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഒരു സംശയത്തിന്റെ ഒരു ഇതെങ്കിലും അവിടെ കൊടുക്കണ്ടേ. കംപ്ലീറ്റ്ലി ഒരാളെ താറടിച്ച് ഇതാക്കുന്ന പരിപാടി ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ എനിക്ക് ഈ പറഞ്ഞ പോലെ ലൈവ് വന്ന് കാണിക്കേണ്ട ഇത് വന്നില്ലേ, കാണിക്കാം, വേറെ വൈകില്ല. ഇനി ഇത് പൊക്കിപ്പിടിക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് നടക്കാനോ ഇനി മണപ്പിച്ച് നടക്കാനോ ഒന്നും എന്നെ കിട്ടൂല. ഇത് വെച്ച് ഇതാക്കേണ്ട അവരെന്താന്ന് വെച്ചാൽ ചെയ്യാണ്ടിരിക്കുക, വാട്ടവർ. ഞാൻ എൻ്റെ ഇത് കാണിക്കുന്നു, ഞാൻ പോകുന്നു. ഇനി എനിക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് നടക്കാനോ എനിക്ക് താല്പര്യമില്ല. നമുക്ക് വേറെ പരിപാടികളുണ്ട്. അത് നിങ്ങൾക്ക് നാളത്തെ വ്ലോഗ് വരുമ്പോൾ മനസ്സിലാവും. ഇത് വെച്ച് എന്താന്ന് വെച്ചാൽ ആക്കുന്നവരാക്കട്ടെ, ഇതാക്കട്ടെ, വാട്ടവർ. ഞാൻ എന്തായാലും കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നാളത്തെ വ്ളോഗ് യൂട്യൂബിൽ ഉണ്ടാവും അതോ കിക്കിലായിരിക്കും? കിക്കില് വ്ളോഗ് ഇടാൻ പറ്റൂലടാ. കിക്കിൽ ലൈവ് മാത്രമേ പറ്റൂ, ലൈവിനുള്ള പ്ലാറ്റ്ഫോമാണ് കിക്ക്. സോ യൂട്യൂബിൽ തന്നെ ആയിരിക്കും. അതെ, കണ്ണൂർ തന്നെയാണ്. വേറെ മമ്മോൻ ജാസി. ജാസിന് ഇപ്പൊ കണ്ടല്ലോ, ജാസി പാടുണ്ടായിരുന്നു.
6 മണിയായി കേട്ടോ. ഇതിനിപ്പോൾ ഒരു 1.25 മണിക്കൂറിൽ മിക്കവാറും റിസൾട്ട് കിട്ടണ്ടേന്ന്. സോ വെയിറ്റ് ചെയ്യാം. ലൈവും മൊത്തേ സുഖമല്ല. സുഖം. ഞാൻ പറയുന്നത് എന്താ പറയുക ഗൈസ്, നിങ്ങളെല്ലാവരും പോയിക്കോ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ കഴിയുമ്പം വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ബോറടിക്കണ്ട വിചാരിച്ച് പറയുന്നത്. കാരണം എന്തായാലും ഇത് വരട്ടെ, അതല്ലേ അതിൻ്റെ ഇത് റിസൾട്ട് വരട്ടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ. വൈറ്റ് ടീഷർട്ട് മാറ്റിപ്പിടി. വൈറ്റ് ടീഷർട്ട് മാറ്റി പിടിച്ചിട്ട് എന്താക്കാൻ? കണ്ണൂരാണോ ഇപ്പൊ ഉള്ളത്? അതെ, ഇപ്പൊ കണ്ണൂരല്ല. കിട്ടേണ്ട സമയമായല്ലോ. 5 മണിക്ക് എന്തല്ലേ? ഇല്ല, ഒരു 1.25 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഉറങ്ങിയത് കേട്ടു ഗൈസ്. പോസിറ്റീവ് വൈവ് എഡിറ്റഡോ? എന്നാ അത് കാണിക്കണ്ട മുത്തേ. അത് പറഞ്ഞതിനെ കൊണ്ട് കാര്യമുണ്ടോ? അത് കാണിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് മൂപ്പരല്ലേ ഒരു അലിഗേഷൻ പറയുന്നേ. അപ്പൊ മൂപ്പര് അത് കാണിക്കണ്ടേ? ഞാനാണോ അത് കാണിക്കേണ്ട ആള്? അല്ലല്ലോ. മൂപ്പര് അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞാൽ മൂപ്പര് അത് കാണിക്കേണ്ടതല്ലേ, ഞാനല്ലല്ലോ അത് കാണിക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ തെളിയിക്കേണ്ട പോലും കാര്യമില്ല. പിന്നെ ഇത് വന്ന സ്ഥിതിക്ക്
ലൈവ് ഇട്ട് ആൾക്കാരെ ഇത് ലൈവായിട്ട് തന്നെ ഇതാക്കാം. ഞാൻ എഡിറ്റ് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പം ഇത് ഡയറക്റ്റ് ആയി കാണിക്കാലോ. C89. C89. എന്ത് ബോറടി, നിന്റെ നിരപരാധിത്വം കാണാൻ വേണ്ടി നമ്മളിതിന്റെ കൂടെ. ഫുൾ ഫോം ഓഫ് ROG നമ്മൾ എന്തോ ഇട്ടല്ലോ അതില് ഒരു പേര് നമ്മൾ ഇട്ട്, റിവെഞ്ച് ഓഫ് ഗ്ലോറി. അതെ, അതാ നമ്മളിട്ട പേര്. എങ്ങനെയെങ്കിലും റിസൾട്ട് കിട്ടിയിട്ട് നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും ഒന്ന് പോയിട്ട് അതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചിട്ടൊന്ന് പോയിട്ട് കിടന്നുറങ്ങണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഇത്. മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയില്ലടാ, ടെൻഷൻ അടിച്ചിട്ട്. പറഞ്ഞ പോലെ ഓവർ തിങ്ക് ആയിരുന്നു. മര്യാദയ്ക്ക് കിടന്ന ഉറക്കം കിട്ടണ്ടേ. ഇത് ആലോചിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇത് എന്താന്ന് ഇതാക്കാം, പറഞ്ഞ പോലെ ലൈവ് ഇട്ട് അറിയിക്കാന്ന് എന്നിട്ട് ലാസ്റ്റ് തീരുമാനിച്ച കാര്യ. വേറെ ആർ യു ഗോയിങ് നോ? ഞാൻ എവിടെ പോവാൻ? നമുക്കിനി IRL പിടിച്ചാലോ മൊത്തത്തില്. RP കളിക്കാം, അതല്ലാണ്ട് IRL കൂടി പിടിച്ചാലോ? ചാറ്റ് റിയൽ ഔട്ട്ലോഗ് ഗാങ്സ്റ്റേഴ്സ് ഇടുന്നു. മാസ്ക് ഇട്ട് നടക്കണ്ടേ? മാസ്കെല്ലാം പണ്ടേ ഇടുന്നേടാ മണ്ടന്മാരെ. മാസ്കെല്ലാം പണ്ടേ ഇടും. നമ്മൾ എവിടെ പോകുമ്പോ പണ്ടേ മാസ്ക് ഇടും. മാസ്കും ക്യാപ്പും എല്ലാം നമ്മൾ പണ്ടേ പുറത്തിപ്പോ ഒരു മുട്ട വാങ്ങാൻ പോകുമ്പോ ആയാലും വീഡിയോ എടുക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ടന്റ് എടുക്കുക, ഇത് ഇല്ലെങ്കിൽ ഷൂട്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ടിട്ട് തന്നെ പുറത്ത് പോകും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെ. അതായത് ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന അന്ന് മുതൽ. കാരണം പറഞ്ഞ പോലെ എന്താ വെറുതെ ഇത് കൊടുക്കണ്ടല്ലോ നമ്മള്.
എന്താ പറയാ, ഒരു സോഷ്യൽ ഇതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇതാക്കാറുള്ളൂ. ആറോ ജീറിയ അല്ലാ. എന്തേലും പറ പതിഞ്ഞോ. നൈറ്റ് ലൈവ് ഉണ്ടോ? നൈറ്റ് ലൈവ് ഉണ്ടാവില്ലടാ.
വന്നിട്ടുണ്ടാവല്ലോ. വന്നോ? ലേറ്റൻസി ആയിരിക്കൂല. അവിടെ കാണുന്നുണ്ടോ? നെറ്റ് കട്ടായിരിക്കും ചിലപ്പോ.
റിസൾട്ട് എപ്പോയാ കിട്ടാ? റിസൾട്ട് ഇപ്പൊ കിട്ടുമായിരിക്കും. ആയിന്ന് തോന്നല്ലേ ഏകദേശം. പോയി ചോദിക്കാൻ എത്ര ടൈം കൊടുക്കണം. കിട്ടുന്ന ടൈം ആയി അല്ലേ? ആവൂല, അതിന് മുമ്പ് കിട്ടണ്ടേ. നോക്കാം. കിട്ടിയോ? കിട്ടി 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 കിട്ടി. ഇല്ല, ഇത് അവിടെ പോയിട്ട് ഇതെടുക്കാം. കിട്ടി 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 ഗൈസ്, കിട്ടി കിട്ടി കിട്ടി. നമ്മള് പറഞ്ഞ സമയം എത്തില്ല കേട്ടാ. അല്ല, ഇതെല്ലാം പുറത്തു വിടാൻ പറ്റുമോ? ഇല്ല, ഇത് മിസ്സാവില്ല. അവിടെ പോയിട്ട് ഇതന്നെ വാങ്ങാം. അവിടെ പോയിട്ട് തന്നെ വാങ്ങാം. ഓക്കെ. അല്ല, ഞാൻ കണ്ടിട്ടില്ല എന്താന്നില്ല. അല്ല, അങ്ങനെ കാണണ്ടല്ലേ. അവിടെ കാണുന്ന തന്നെ കാണാം. അതിൽ തന്നെ കാണാം. എവിടെ? ആ, എന്തെങ്കിലും ഇനിയിപ്പോ ഇതിലെന്തെങ്കിലും മാറ്റം വരാം. മുമ്പത്തത് ഓക്കെയാണ്. ഇതിലെന്തെങ്കിലും മാറ്റം വരുമ്പോൾ മാറ്റം വരാനൊന്നുമില്ല. പക്ഷേ എത്തിയാട്ടാ നമ്മള്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. റിസൾട്ട് വാങ്ങട്ടെ. റിസൾട്ട് നിന്റെ കിട്ടിയാ? കിട്ടിയാ? ഇനിയിപ്പോ ഇത് എന്താന്ന് വെച്ചാൽ ഒന്നും ഉള്ളോണ്ടല്ലോ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ പെട്ടെന്ന് കിട്ടുമല്ലോ, അത് വിചാരിച്ചിട്ട് ബാക്കി എവിടെയും കിട്ടൂല. ഞാൻ ഇവിടുന്ന് ഞാൻ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലോ സംസാരിക്കലൊന്നുമില്ല. അപ്പൊ അതാണ് ഇവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവില്ല. അപ്പൊ ഇപ്പൊ അറിയാം എന്താണ് എങ്ങനെയാണെന്നെല്ലാം ഇപ്പൊ അറിയാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എന്താ സംഭവം, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താ സംഭവം. മുമ്പത്തെ ഈ പറഞ്ഞ പോലെ ഞാൻ ബ്ലോഗിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് സത്യം. അതെല്ലാം പറയുന്നവര് അവര് തെളിയിക്കട്ടെ. ഞാനല്ല തെളിയിക്കേണ്ടത്. ഇപ്പൊ എല്ലാന്ന് പറയുന്ന ആരാ? അവരാണ് തെളിയിക്കേണ്ടത്. ഈ അലിഗേഷൻസ് പറയുന്നവരല്ലേ തെളിയിക്കേണ്ടത്. ഞാൻ ഉള്ളത് ഞാൻ കാണിച്ചു. ഇനിയിപ്പോ അവർക്ക് അത് ഇതാക്കണം എന്നുണ്ടെങ്കിൽ അവരത് തെളിയിക്കണം. അല്ലാതെ ഇത് മൊത്തം ഇതാക്കണം. ഞാൻ ചെയ്തിട്ട് കണ്ടന്റ് പോലും ഞാൻ എന്താ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോ ഇതിപ്പോ ദയവായിട്ട് ഞാൻ വന്ന് ഇതാക്കി ഇപ്പൊ കിട്ടും. ചിലപ്പോ ഞാൻ ഇത് എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ വരണ്ടല്ലോ. മുമ്പത്തെ ശരിയാണെങ്കിൽ ഇത് ശരി തന്നെയാണ് ആണ്ടത്. എന്തായാലും എനിക്ക് പേടി എന്തിനാണെന്ന് അറിയില്ല. അപ്പോ നോക്കാം. കാരണം എൻ്റെ ഓക്കെ കിട്ടിയിട്ടുണ്ട്. നിന്റെ കാണിക്കണ ഇതിൽ കാണിക്കണ ആ ആ ആദ്യം നമുക്ക് ജാസിയിൽ നോക്കാം, എന്നിട്ട് എൻ്റെ നോക്കാം. ഇതിന്റെ എക്സാമിന്റെ റിസൾട്ട് ഒന്നും വരുന്നില്ല കേട്ടാ. നിന്റെ ആയിട്ടില്ല. ഞാൻ എന്റെ നോക്കട്ടെ എല്ലാം. ആ അടുക്ക് ഓന് ജാസ്തി പറഞ്ഞു. സൗണ്ട് ഇല്ല, സൗണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ്
റിസൾട്ട് എന്താണെന്നറിയില്ല, ഞാൻ തന്നെ നോക്കട്ടെ. ഒന്ന് പിടിക്കാം, ഞാൻ കറക്റ്റാണോ? ഓക്കെ. ഇത് ആദ്യത്തെ പോലെ തന്നെ. യെസ്. അപ്പൊ ഇത് ആർക്കും ആണെങ്കിൽ നോക്കാം, ആർക്കും ആണെങ്കിൽ ഇതാക്കാം. എനിക്ക് തന്നെ ഇതില് കുറെ കൂടുതൽ സംസാരിക്കാനോ, ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് കുറെ ഇനി 2 എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അത് ഇതാക്കി റീച്ച് ആക്കാനോ ഇതാക്കാനോ എലിഗേഷൻസ് വേറെ ഒരാളെ പേരിൽ പറഞ്ഞ് ഇതാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇത് പറഞ്ഞവരാരാണോ അവര് തെളിയിക്കട്ടെ. ഞാൻ എൻ്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ആർക്കാണോ ഇതുള്ളത് അവര് ക്ലിയർ ആക്കണം. ഞാൻ ലൈവായിട്ട് വന്ന് ലൈവായിട്ട് എൻ്റെ മൂത്രം കൊടുത്ത് ലൈവായിട്ട് ഇവിടെ കാണിച്ച് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി എനിക്ക് ഇനി വേറെ പണിയുണ്ട്. ഞാൻ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് നടക്കുക, ഇതിന്റെ മറ്റേ ഇതൊന്നും നോക്കിയിട്ട് നടക്കാൻ എനിക്ക് സമയമില്ല, എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യില്ല. എനിക്ക് മൈൻഡ് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഒരു 100 ഇതിന്റെ പ്രശ്നത്തിന്റെ ബാക്കിൽ നിന്ന് നടക്കുന്നത്. അപ്പൊ ഇത് ഫേക്ക് ആക്കി എന്ന് പറയാനാണെങ്കിൽ ആദ്യമേ ഇത് ഫേക്ക് ആക്കിയാ പോരാ മൊണ്ണകളെ, ബുദ്ധിയില്ലാത്തവന്മാരെ. അങ്ങനെ ആണെങ്കിൽ ഇതാണ് ജാസിന്റെ റിസൾട്ട്. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ ഫേക്ക് ആക്കി എന്ന് പറയുന്നു, അരി എണ്ണം പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറയുന്നു ഞാൻ ഫേക്ക് ആക്കി. ഓക്കെ ബ്രദർ, ഞാൻ ഫേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക് ഇത് ആദ്യം അങ്ങ് ചെയ്താ പോരെ? അനക്ക് ആദ്യം തന്നെ എന്റെ ഈ പറഞ്ഞ പോലെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ 4 പേര് ഇരിക്കുന്നുണ്ട്. മനസ്സിലാ? ഈ 4 പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ മൂത്രം എനിക്ക് എടുത്ത് കൊടുത്താ പോരെ? ഞാൻ അത്രക്ക് പൊട്ടനാന്നോടാ. ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല, ഒരു മിനിറ്റ്, നീ പോവാ. ഇതാ ജാസിന്റെ റിസൾട്ട് ഇതാ. ഇതെല്ലാം ആരും സ്കാനാ പുല്ല. ആദ്യം ലൊക്കേഷൻ ലീക്ക് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മറച്ചു പിടിച്ചതും ഇതാക്കിയതല്ല. പിന്നെ ഓനെല്ലാം അരി വാങ്ങി തിന്നാൻ വേണ്ടി നമ്മളെ വിറ്റാലെ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇതാ പിന്നെ നീ വിട്ടോ. ഇതൊന്ന് നമ്മള് പറയുന്നതല്ല വിശ്വസിക്കാം. നെഗറ്റീവിനാണ് റീച്ച് കൂടുതൽ. അപ്പൊ നെഗറ്റീവ് ആരാന്ന് ഉണ്ടാക്കുന്ന അതിന് ഇത് കൂടും. അപ്പൊ അത് വിട്, ഞാൻ ആ കേസ് വിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നീന്റെ ബാക്ക് നടക്കാനോ ഇതിന്റെ ഇത് മണപ്പിക്കാനോ ഇതിന്റെ ഇത് വാല് പിടിക്കാനോ ഞാനില്ല. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവരാണെന്ന് നെഗറ്റീവ് പറഞ്ഞ് നടക്കട്ടെ. എനിക്ക് ഇവനെ നോക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ ലൈവായിട്ട് വന്നിട്ട് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ലൈവിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നതും ഇതാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇത് ഞാനല്ലല്ലോ, ഞാനൊരു വീഡിയോ ഇട്ടു, അതില് ഞാൻ പറയുന്നുണ്ട് അത് വിശ്വസ്തത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്, അല്ലെ? അപ്പൊ അത് എല്ലാന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് അവനാ, അല്ലാണ്ട് ഞാൻ എങ്ങനെയാ തെളിയിക്കേണ്ടത്? ഇതെല്ലാം ഞാൻ ഇതെന്താ അത് പരിപാടി? ഞാനൊരു വീഡിയോ ഇട്ട് ഒരു കാര്യം സത്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നെയും സത്യം ഞാൻ തന്നെ പിന്നെയും ഇതാക്കണോ? പിന്നെയും ഞാൻ തന്നെ വീഡിയോ ഇടണം? അതെന്താ അതിന്റെ അർത്ഥം? ഇത് ഫേക്കാന്ന് പറയുന്ന ആരാണോ ഓനല്ല അതിന്റെ വീഡിയോ ഇടണ്ടേ, അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നു ഇതാ, ഞാൻ കണ്ട സാധനത്തിന് 2 ഇതാന്ന് ഞാൻ പറയുന്നു, ഞാൻ അത് കാണിച്ചു കൊടുക്കുന്നു. അതല്ല 3 പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ആ 3 പറയുന്നവനല്ല അത് 3 തെളിയിക്കേണ്ടത്, അല്ലാണ്ട് ഞാനല്ലല്ലോ അത് തെളിയിക്കേണ്ടത്. ഓൻ തെളിയിക്കട്ടെ. ഇത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതെന്ത് ഇവന്റെ ഇതും തപ്പി നടക്കുന്നോ? എനിക്ക് പിരാൻ തുടങ്ങി ഞാൻ എന്തെല്ലോ പറഞ്ഞു ഗൈസ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് ഇനിയിപ്പോ ഓൻ ഇത് എടുത്തിട്ട് അടുത്ത വീഡിയോ ഇടുമായിരിക്കും, അടുത്ത എന്തെങ്കിലും ഒലത്തുമായിരിക്കും. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എനിക്ക് ഇവന്റെ ഒന്ന് ബാക്കിൽ നിന്ന് നടക്കാനോ ഇവന്റെ ഒന്ന് ഇതാക്കാനോ എനിക്ക് താല്പര്യവും ഇല്ല, എനിക്ക് സമയവും ഇല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ബ്രദർ നല്ല രീതിക്ക് ബാങ്ങ് തിന്ന് ഉഷാറാകും. ഓക്കെ ബൈ. ഞാൻ എന്റെ ഇത് ഇടുന്ന എന്റെ ആണെങ്കിലല്ലോ അവിടുന്നല്ലേ പറ്റൂ. അവിടെ ഒന്ന് വിളിച്ചടാ, ഒന്ന് വിളിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞ. ഇത് എന്താ, ഞാൻ അത്രക്ക് ബുദ്ധി ഇല്ലാത്തവനാ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഫേക്ക് ചെയ്യാനാണെങ്കിൽ ആദ്യം ഞാൻ അല്ലേ ചെയ്യേണ്ടത്? ആദ്യം ഞങ്ങൾക്ക് അതല്ലേ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ചെയ്യേണ്ട ഫേക്ക് അല്ലേ? ഞാൻ എന്തിനാ രണ്ടാമത് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്.